നിനക്കൊരു കാര്യം അറിയോ? ഞങ്ങൾ ഈ തായ്ലൻഡ് ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത് ദാ ഇവന് വേണ്ടിയാ. നമുക്ക് ഇതേ സമയം അടുത്ത വർഷം ഇവിടെ വരണം. എനിക്കിതാ നിന്റെ കൈ ചേർത്ത് പിടിച്ച് നോക്കണം. ബ്രേക്കപ്പ് എന്നല്ല അതിനെ പറയണ്ട. അവൾ ഇവനെ ലിറ്ററലി ചതിച്ചു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഫിക്സ് ആയിട്ടുണ്ട്. എവിടേക്കാ? ക്രാബി. ഞാനില്ല, നിങ്ങൾ രണ്ടുപേരും പിന്നെ കൂടെ ആരാന്ന് വെച്ചാ പൊക്കോ. എടാ നിനക്ക് പോണോന്ന് പറഞ്ഞിട്ടാണോ നമ്മളിപ്പോ ഈ ട്രിപ്പ് ഉണ്ടാക്കിയേ? ആ എന്നിട്ട് ഇപ്പൊ നീ വരുന്നില്ല എന്ന് പറഞ്ഞാ? നീ വരണം. നീ വരാണ്ട് പറ്റുന്നില്ല. അർജുനെ, നീ ക്രാബിക്കും ഇല്ല എന്ന് റീസൺ എന്താ? ഞാനില്ല, എനിക്കിവിടെ മതി. എടാ നീ അല്ലേ പറഞ്ഞ ഫുക്കറ്റ് നിനക്ക് അടുത്ത് 2 ദിവസങ്ങളിൽ വേറെ സ്പോട്ട് വെക്കണമെന്ന്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? എടാ ക്രാബിയിൽ പോവാന്നുള്ളത് അവളുടെ സജഷൻ. ഇപ്പൊ നീ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവളെന്ത് വിചാരിക്കും? മീരയോ? ആ എടാ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ ഞങ്ങൾക്ക് നല്ല സ്പോട്ടായിട്ടാ തോന്നിയത്. നല്ല വൈബുള്ള സ്പോട്ടാണല്ലോ. പിന്നെ നിനക്കെന്താ ഇത്ര പ്രശ്നം? ഇവന് തന്നെ മീര, നീ എന്താ കാണിക്കുന്നേ? നീ എന്തിനാ അവരെ ക്രാബിക്ക് കൊണ്ടുവന്നേ? ക്രാബിക്ക് എന്തോ കുഴപ്പം? പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. പിന്നെ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അവസാനം നമ്മൾ കയറിയായിരുന്നു. നീ കാണിക്കുന്ന നാടകമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മീര. നീ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ഇത്ര വഷളാക്കുന്നത്? ഞാനാണോ വഷളാക്കുന്നേ? Why are you acting like a stranger? അഭിനയം നിന്റെ കയ്യിലായിരുന്നല്ലോ എപ്പോഴും. വാ അർജുൻ, എൻ്റെ ലൈഫിന് ജോക്കായി കണ്ടത് നീയാണ്. എന്നിട്ട് ഞാൻ അഭിനയിക്കുന്നു. മതി, നിനക്ക് ക്രാബിലേക്ക് പോയാൽ പോരെ? പോവാം, നമുക്ക് 4 പേർ കൂടെ പോവാം. നിങ്ങളൊന്നൊന്ന് വെയിറ്റ് ചെയ്യും. ഞങ്ങൾ പോയി ചെക്ക് ഇൻ ചെയ്തിട്ടോ അവിടെ. ഇതും കോയിൻസിഡൻസ് ആണോ അതോ പ്ലാൻ ചെയ്താണോ? ആ ശരി. അപ്പൊ ഫ്രഷ് ആയിട്ട് കാണാം. ഓക്കെ. പതിയെ 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 കനവിനരികിൽ ഒരു നാൾ എന്നോ വന്നു നീ. മിഴികൾ മൊഴിയും ഇടയിൽ പ്രണയം പറയെ തമ്മിൽ എന്നോ ജീവനായി എൻ മനമേ.
നിനക്കായി ഞാൻ പതിയെ 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 കനവിനരികിൽ ഒരു നാൾ എന്നോ വന്നു നീ പോയി. മിഴികൾ മൊഴിയും ഇടയിൽ പ്രണയം പറയേ തമ്മിൽ എന്നോ ജീവനാ കാണാനായൊരു നോക്കു കൺ പാർത്തു നിന്നു നിന്നരികെ ഞാനീറൻ കാറ്റുപോ ഏകാന്തമലയൊന്നു കാലങ്ങളോളം നിൻചിരി കാത്തു ഞാനീ പാതയിൽ അകലെ പോയി മറയാതെ മലർത്തൂവൽ പോൽ നീ വിടരുകെന്നിൽ അകതാരിലായിരം നിറമോടെ പതിയെ 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 കനവിനരികിൽ ഒരു നാൾ എന്നോ വന്നു നീ. ബ്രേക്കപ്പ് ആവാൻ തീരുമാനമെടുത്ത സ്ഥലത്ത് തന്നെ ലൈഫിൽ വീണ്ടും തിരിച്ചെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. ഓർമ്മ കാണുമല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകണം, എന്നാലേ സന്തോഷം കണ്ടെത്താൻ പറ്റൂ എന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് കണ്ടെത്തിയോ നിന്റെ സന്തോഷം? എടി, ഞാനതൊന്നും നിന്റെ ഫ്യൂച്ചറിനെയൊക്കെ പറ്റി എന്റെ ആലോചിച്ചപ്പോൾ ഫ്യൂച്ചർ തീരുമാനിക്കാൻ നീ ആരാ? കഴിഞ്ഞ ഒരു വർഷത്തെ ലൈഫ് മീര, ഞാൻ നിന്നെ വീണ്ടും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അന്ന് നിന്നെ കണ്ടപ്പോഴായാലും നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന വിചാരിച്ചത്. പക്ഷെ നീ ഒരുപക്ഷെ അന്നത്തെ എൻ്റെ അവസ്ഥ കൊണ്ടായിരിക്കാൻ ഞാൻ നിൻ്റെ ലൈഫിലുണ്ടായിരുന്നെങ്കിൽ നീ ഒരുപാട് സങ്കടപ്പെടുന്നു വിചാരിച്ചിട്ടാണ് ഞാനൊന്നൊക്കെ. ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും വിചാരിച്ച ഒരാള് പെട്ടെന്ന് ഓരോ റീസൺസ് ഉണ്ടാക്കി പോയാ അതിലും ഹേർട്ടാവുന്ന വേറെ എന്തുണ്ട്? നീ പോയ പിന്നെ ഞാൻ അനുഭവിച്ച ലോൺലിനെസ് ഉണ്ടല്ലോ, പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ നിന്നെ വീണ്ടും കണ്ടുമുട്ടുന്നു ഒരിക്കലും വിചാരിച്ചല്ല, അതും ഇവിടെ വെച്ച്. ഐ എം സോറി മീര.